ഫിസിക്സിലെ 4th ചാപ്റ്ററായ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നല്ലോ, എ മൂവിംഗ് ചാർജ് ക്യാൻ പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ്. മൂവിംഗ് ചാർജസിനും കറണ്ട് ക്യാരിയും കണ്ടക്ടേഴ്സിനുമാണ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഒരു മാഗ്നറ്റിക് ഫീൽഡും കറണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. That means today we are going to calculate the magnetic field due to a current element, and this relationship is given by a law in physics called Biot-Savart's law. അപ്പോൾ ഇന്ന് ബയോട്ട്-സാവർട്ട്സ് ലോയും അതിൻ്റെ ആപ്ലിക്കേഷൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം എന്താണ് ബയോട്ട്-സാവർട്ട്സ് ലോ എന്ന് നോക്കാം. ഫിഗറിൽ നോക്കി, യു ക്യാൻ സീ എ കണ്ടക്ടർ. ഞാൻ ഫിഗറിൽ XY എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ഒരു കണ്ടക്ടറാണ്. And that conductor carries a current I that also is shown in the figure. This current carrying conductor will produce a magnetic field around it. അപ്പോൾ ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ അതിന് ചുറ്റുമുള്ള സ്പേസിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഫോർ ദാറ്റ് യു കൺസിഡർ എ വെരി സ്മോൾ സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ. ആ സ്മോൾ സെക്ഷൻ്റെ ലെങ്തിനെ ഞാൻ DL എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ DLയിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഫ്രം A to B ആണ്. സോ കറണ്ട് എലമെൻറ്റിൻ്റെ ഡയറക്ഷൻ എല്ലായ്പ്പോഴും A to B തന്നെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. യു കൺസിഡർ എ പോയിൻറ്റ് P ആൻഡ് യു ക്യാൻ സീ ദാറ്റ് പോയിൻറ്റ് P ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് R ഫ്രം ദ കറണ്ട് എലമെൻറ്റ്. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് P ഡ്യൂ ടു ദ കറണ്ട് എലമെൻറ്റ് ഈസ് dB. Biot-Savart's law പ്രകാരം the intensity of magnetic field dB at P is proportional to the current through the element, and this magnetic field is proportional to the length of the element, and this magnetic field is inversely proportional to square of the distance between the point and the element. Moreover, this dB is perpendicular to the plane of R and DL. ഇതാണ് ബയോട്ട്-സാവർട്ട്സ് law. So we can state Biot-Savart's law as the intensity of magnetic field at a point due to a current element is directly proportional to the current through the element, the length of the element, and is inversely proportional to square of the distance between the point and the element, and this magnetic field is perpendicular to the plane of the displacement vector and the current element. ഈ സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്കൊരു മാത്തമെറ്റിക്കൽ ഇക്വേഷനാക്കി ഇങ്ങനെ എഴുതാം: dB പ്രൊപ്പോർഷണൽ ടു IDL ക്രോസ് R ഡിവൈഡഡ് ബൈ R³. ഈ ഇക്വേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ തോന്നാം. നമ്മൾ ലോയിൽ പറഞ്ഞത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് എന്നാണ്. ബട്ട് ഇൻ ദ ഡിനോമിനേറ്റർ യു സി ദർ ഇസ് R³. ന്യൂമറേറ്ററും നമ്മൾ പറഞ്ഞതുപോലെ അല്ല ഞാൻ എഴുതിയിരിക്കുന്നത്, IDL ക്രോസ് R എന്നാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഈ ഇക്വേഷനെ മോഡിഫൈ ചെയ്ത് എഴുതിയിരിക്കുന്നത്? അത് നമുക്ക് ആദ്യം നോക്കാം. നമ്മൾ പറഞ്ഞിരുന്നു dB ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് IDL ആൻഡ് R. നമുക്കറിയാം IDL ക്രോസ് R എന്ന വെക്ടർ എല്ലായ്പ്പോഴും IDLനും Rനും പെർപെൻഡിക്കുലർ ആയിരിക്കും. അതുകൊണ്ടാണ് ന്യൂമറേറ്ററിൽ ഞാൻ IDL ക്രോസ് R എന്ന് എഴുതിയത്. ഡിനോമിനേറ്ററിൽ എങ്ങനെയാണ് ഈ R³ വന്നത് എന്നറിയണമെങ്കിൽ നമുക്കിതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ഈ IDL ക്രോസ് R എന്നതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഴുതാം നമുക്ക്. സോ യു വിൽ ഗെറ്റ് ദ ഇക്വേഷൻ. സ്ക്രീനിൽ കാണുക ഇക്വേഷൻ: dB പ്രൊപ്പോർഷണൽ ടു IDL R സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ R³. നോക്ക്, ഇപ്പോൾ ന്യൂമറേറ്ററിലൊരു R ഉണ്ട്. ആ R ഡിനോമിനേറ്ററിലെ R³ കട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് dB proportional to IDL sin theta divided by R². നമുക്കൊരു കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി യൂസ് ചെയ്യാം. സോ വി ഹാവ് dB is equal to mu0 divided by 4 pi into IDL sin theta divided by R². Here mu0 is a constant which is similar to epsilon 0 in electrostatics, and this mu0 is called permeability of free space. This is the intensity of magnetic field produced due to an elemental conductor only. ഇനി നമുക്ക് കൂളോംസ് ലോ ഫോർ ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡും ബയോട്ട്-സാവർട്ട്സ് ലോ ഫോർ ദ മാഗ്നറ്റിക് ഫീൽഡുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാം.
ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആ ലോയുടെ പ്രത്യേകതകളും നോക്കാം, ഈ രണ്ട് ഫീൽഡിൻ്റെ പ്രത്യേകതകളും നോക്കാം. There are certain similarities and there are certain dissimilarities. First of all, both these fields are vectors. ഏതൊക്കെ ഫീൽഡ്സാ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. നമ്മളിപ്പോൾ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡും വെക്ടർ ക്വാണ്ടിറ്റി തന്നെയാണ്. ഇനി നമുക്ക് ഈ രണ്ട് ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സസിനെ കുറിച്ച് ആലോചിക്കാം. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ചാർജ്. ചാർജ് ഈസ് എ സ്കെയിലർ. ബട്ട് magnetic field is produced by a current element. Current element is a vector. അതൊരു ഡിഫറൻസ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന വെക്ടറിനെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇലക്ട്രിക് ചാർജ് എന്ന സ്കെയിലറും, മാഗ്നറ്റിക് ഫീൽഡ് എന്ന വെക്ടറിനെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കറണ്ട് എലമെൻറ്റ് എന്ന വെക്ടറുമാണ് എന്ന് ഓർക്കുക. ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ചാർജ്, അല്ലേ? ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഇപ്പോൾ ഡിറൈവ് ചെയ്തു, നിങ്ങൾ കണ്ടു, ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട് എലമെൻറ്റ്. സോ വി ക്യാൻ സേ ബോത്ത് ദ ഫീൽഡ്സ് ആർ ലീനിയർ ഇൻ ദ സോഴ്സ്. ഇനിയുമുണ്ട് സിമിലാരിറ്റീസ്. ബോത്ത് ദീസ് ഫീൽഡ്സ് ആർ വെരി ലോങ് റേഞ്ച്ഡ് ഫീൽഡ്സ്. അതിൻ്റെ റീസൺ നമുക്കറിയാം. ബോത്ത് ദ ഫീൽഡ്സ് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ്. സോ ഇതിന് വളരെ കൂടിയ റേഞ്ച് ഉണ്ട്. മോർ ഓവർ ബോത്ത് ദ ഫീൽഡ്സ് ഒബേ ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ. ഇനി ഇതിൻ്റെ ഡിഫറൻസസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഡിഫറൻസ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് ആക്ടിങ് എലോങ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ. സോഴ്സിനെയും പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിനെയും കൂടെ ജോയിൻ ചെയ്യുന്ന വെക്ടറിനെയാണ് ഞാനിവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ എന്ന് വിളിക്കുന്നത്. സോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഈസ് എലോങ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ, ബട്ട് magnetic field is perpendicular to the displacement vector. ഒരു ഡിഫറൻസ് കൂടി കാണാൻ പറ്റും. There is an angular dependence in Biot-Savart's law. അപ്പോൾ ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഒരു സിമിലാരിറ്റി ആയിട്ട് നമ്മൾ ഓർക്കേണ്ടത്, ഇത് രണ്ടും വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ്. എ ചാർജ് പ്രൊഡ്യൂസസ് എ വെക്ടർ കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇൻ ദ സ്പേസ് അറൗണ്ട് ഇറ്റ്, ആൻഡ് എ കറണ്ട് എലമെൻറ്റ് produces a vector called a magnetic field in the space surrounding the current element. Now let's discuss an application of Biot-Savart's law. And I am going to calculate the intensity of magnetic field on the axis of a circular current loop. ഒരു കറണ്ട് ലൂപ്പ് ഇമാജിൻ ചെയ്യൂ, ഒരു സർക്കുലാർ ലൂപ്പ്. ആ സർക്കുലാർ ലൂപ്പിലൂടെ ഞാനൊരു കറണ്ട് സെൻഡ് ചെയ്തു. അങ്ങനെ കറണ്ട് സെൻഡ് ചെയ്യുമ്പോൾ അതൊരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് ഒരു ആക്സിയൽ പോയിന്റിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെറിവേഷനാണ്. ഞാനിത് ഡിറൈവ് ചെയ്യുമ്പോൾ നോട്ട്ബുക്കിൽ നിങ്ങളും എന്നോടൊപ്പം ഇത് ഡിറൈവ് ചെയ്യണം. ഫിഗറിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു സർക്കുലാർ ലൂപ്പാണ്. O ഈസ് ദ സെൻറ്റർ ഓഫ് ദ ലൂപ്പ് ആൻഡ് R ഈസ് ദ റേഡിയസ് ഓഫ് ദ ലൂപ്പ്. യു ക്യാൻ സീ a current of I is flowing in the circular loop as shown in the figure. Now you see, P is a point on the axis of the circular loop. The distance between the center of the circular loop and the point is taken as x. We have to find out the intensity of magnetic field at the point P. For that, I am considering a current element at A. A എന്ന പോയിന്റിൽ IDL എന്ന ഒരു കറണ്ട് എലമെൻറ്റ് ഞാൻ ഇമാജിൻ ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് ജോയിൻ ദിസ് കറണ്ട് എലമെൻറ്റ് വിത്ത് ദ പോയിന്റ് P. ആ ഡിസ്റ്റൻസിനെ നമുക്ക് R എന്നും മാർക്ക് ചെയ്യാം. സോ ഫസ്റ്റ് I am going to calculate the intensity of magnetic field at the point P due to this current element. ഈ കറണ്ട് എലമെൻറ്റ് കൊണ്ട് P എന്ന പോയിന്റിൽ എത്ര മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് നമുക്ക് ഡയറക്റ്റായിട്ട് ബയോട്ട്-സാവേർട്ട്സ് ലോ അപ്ലൈ ചെയ്യാം. പറയും, അതിൻ്റെ ഇക്വേഷൻ പറയൂ. dB ഈക്വൽസ് μ0/4π ഇൻറ്റു IDL sin θ ഡിവൈഡഡ് ബൈ R². അറിയാലോ ഈ ഇക്വേഷനിലെ ഓരോ ടേംസും നിങ്ങൾക്കറിയാം. ആദ്യം നമുക്ക് വേണ്ടത് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദിസ് θ ഹിയർ. And you know, theta is the angle between IDL and R. ഈ IDL എന്ന വെക്ടറിനും
ആർ എന്ന വെക്ടറിനും ഇടയിലുള്ള ആംഗിൾ എത്രയാണ് എന്നറിയുന്നതിന് വേണ്ടി ഈ സർക്കുലർ കോയിലിനെ ഞാൻ നിങ്ങളെ ഒന്ന് 3 ഡയമെൻഷനലി കാണിക്കാം. ഈ കാണുന്നതാണ് സർക്കുലർ കോയിൽ. ദിസ് ഈസ് ദി സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് ദിസ് പോയിൻ്റ് ഈസ് പി. ഐഡിയൽ ഈ സർക്കിളിൻ്റെ ടാൻജൻ്റാണ്. സോ ഇതാണ് ഐഡിയൽ എന്ന വെക്റ്റർ. ഇതാണ് പി എന്ന പോയിൻ്റ്. ഈ പി എന്ന പോയിന്റിലേക്ക് കറണ്ട് എലമെൻറ്റിൽ നിന്നും ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ആർ. സോ ഇവിടെയാണ് കറണ്ട് എലമെൻറ്റ്. ദിസ് ഈസ് ദ പോയിന്റ് പി ആൻഡ് ദിസ് ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. സോ ദിസ് ഈസ് ഐഡിയൽ ആൻഡ് ദിസ് ഈസ് ദി ആർ വെക്റ്റർ. ഹിയർ യു ക്യാൻ സീ ദി ആംഗിൾ ബിറ്റ്വീൻ ദ വെക്റ്റർ ഐഡിയൽ ആൻഡ് ദ വെക്റ്റർ ആർ ഈസ് നത്തിങ് ബട്ട് 90. ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, ദി ആംഗിൾ ബിറ്റ്വീൻ ഐഡിയൽ ആൻഡ് ആർ ഈസ് 90. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ നമുക്ക് തീറ്റയ്ക്ക് പകരം 90 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് സൈൻ 90 ആൻഡ് സൈൻ 90 ഈസ് 1. സോ ഡി ബി ബിക്കംസ്, മാറ്റി എഴുതിക്കോളൂ, ഡി ബി ഈക്വൽസ് μ0/4π ഇൻറ്റു ഐഡിയൽ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. നമുക്ക് ഈ ഫിഗറിലേക്ക് തിരിച്ചു വന്നാൽ ഈ പി എന്ന പോയിന്റിൽ എ എന്ന പോയിന്റിലെ കറണ്ട് എലമെൻ്റ് കൊണ്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് മാർക്ക് ചെയ്യണം. നമുക്കറിയാം ഡി ബി ഈസ് പെർപെൻഡിക്കുലർ ടു ആർ. സോ ആർ എന്ന വെക്ടറിന് പെർപെൻഡിക്കുലറായി ഞാൻ ഫിഗറിൽ ഡി ബി എന്ന വെക്ടർ മാർക്ക് ചെയ്തിട്ടുണ്ട്. നൗ ഐ എം ഗോയിങ് ടു റിസോൾവ് ഡി ബി ഇൻ ടു 2 components. And now you can see a component and you see that component is parallel to the axis of the circular loop. Now you can see another component. This component is perpendicular to the axis of the loop. So dB is resolved into 2 components, one component parallel to the axis of the loop and another component perpendicular to the axis of the loop. നമുക്ക് ഈ കോമ്പണൻസിനെ ഒന്ന് ലേബൽ ചെയ്യാൻ ലെറ്റ്സ് അസ്യൂം ദിസ് ആംഗിൾ ഇസ് തീറ്റ. ജോമെട്രി ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ദിസ് ആംഗിൾ ഈസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ആ ഡി ബിയുടെ കോമ്പണൻസ് ഒന്ന് ലേബൽ ചെയ്തേ. ദ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് വിൽ ബി ഡി ബി കോസ് തീറ്റ ആൻഡ് ദ വെർട്ടിക്കൽ കോമ്പണൻറ്റ് ഈസ് ഡി ബി സൈൻ തീറ്റ. സിംപ്ലി സേയിങ് ദ വെക്റ്റർ ഡി ബി ഈസ് റിസോൾവ്ഡ് ഇൻ ടു ഡി ബി കോസ് തീറ്റ പാരലൽ ടു ദി ആക്സിസ് ഓഫ് ദി ലൂപ്പ് and dB sin theta perpendicular to the axis of the loop. Now I am considering a current element which is diametrically opposite to A. ഫിഗറിലേക്ക് നോക്കൂ, എക്ക് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയ ഒരു കറണ്ട് എലമെൻ്റ് ആണ് ബി. ഈ ബിയെ ഞാൻ പിയുമായി ജോയിൻ ചെയ്യുന്നു. എഗെയിൻ ഐ വിൽ ഗെറ്റ് ആർ. പി എന്ന പോയിന്റിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിനെയാണ് ഞാനിപ്പോൾ ഡി ബി എന്ന് മാർക്ക് ചെയ്യുന്നത്. ഈ ഡി ബിയെയും എനിക്ക് പഴയതുപോലെ 2 കോമ്പണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. വൺ ഈസ് ഡി ബി കോസ് തീറ്റ എലോങ് ദി ആക്സിസ് ഓഫ് ദ ലൂപ്പ്, യു ക്യാൻ സീ ഇറ്റ് ഇൻ ദ ഫിഗർ, ആൻഡ് അനദർ വൺ ഈസ് ഡി ബി സൈൻ തീറ്റ പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ് ഓഫ് ദ ലൂപ്പ്. അതും നിങ്ങളിപ്പോൾ ഫിഗറിൽ കാണുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു റിസൾട്ടൻ്റ് എടുത്ത് നോക്കാം. ആ ഡി ബി സൈൻ തീറ്റ എന്ന കോമ്പണൻസ് നോക്കുക. ദേ ആർ ഹാവിങ് equal magnitude and they act in opposite direction. ആണല്ലോ. So while taking the resultant by considering diametrically opposite elements, dB sin theta will cancel out and dB cos theta will get added up. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡി ബി സൈൻ തീറ്റ എന്ന കോമ്പണൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് ഈക്വലും ഓപ്പോസിറ്റും ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്തു പോകും. എല്ലാ ഡി ബി കോസ് തീറ്റകളും കൂടി ആഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ ടോട്ടൽ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദി ആക്സിയൽ പോയിന്റ്. ഇനി ഇതിൻ്റെ കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. വി ക്യാൻ സേ ദ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ബി ഈക്വൽസ് ഇൻറ്റഗ്രൽ ഡി ബി കോസ് തീറ്റ. ഇതിലേക്ക് നമ്മൾ ഡി ബിയുടെയും കോസ് തീറ്റയുടെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഫോർ ദാറ്റ് വി നോ ഡി ബി ഈക്വൽസ് μ0/4π ഇൻറ്റു ഐഡിയൽ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇനി നമുക്ക് ആ കോസ് തീറ്റ കൂടി വേണം അല്ലേ. ആ കോസ് തീറ്റ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനായി നിങ്ങൾ ആ ഫിഗറിലേക്ക് ഒന്നുകൂടി നോക്കൂ. ഒരു ആംഗിൾ ഞാൻ തീറ്റ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ആംഗിളും നിങ്ങൾക്ക് കാണാം. സോ വാട്ട് ഈസ് കോസ് തീറ്റ? പറയൂ. കോസ് തീറ്റ ഈക്വൽസ് ക്യാപിറ്റൽ ആർ ഡിവൈഡഡ് ബൈ സ്മോൾ ആർ. ഇപ്പോൾ നോക്കി, നമുക്ക് ഡി ബിയുടെ വാല്യൂവും അറിയാം,
കോസ് തീറ്റയുടെ വാല്യൂം അറിയാം. ഇത് രണ്ടും കൂടി നമുക്ക് ബി ഈക്വൽസ് ഇൻ്റഗ്രൽ ഡി ബി കോസ് തീറ്റ എന്ന ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. നിങ്ങൾ തന്നെ ചെയ്തേ, എഴുതിക്കോളൂ. ബി ഈക്വൽസ് ഇൻ്റഗ്രൽ ഡി ബിക്ക് പകരം അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. μ0/4π ഇൻറ്റു ഐ ഡി എൽ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു അടുത്ത ടേം എന്താ, കോസ് തീറ്റ. കോസ് തീറ്റ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, ക്യാപിറ്റൽ ആർ ഡിവൈഡഡ് ബൈ സ്മോൾ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി ഈ കാണുന്ന ഇക്വേഷനിൽ കോൺസ്റ്റൻസ് ഏതൊക്കെ ഉണ്ടെന്ന് നോക്കി. ആ കോൺസ്റ്റൻസിനെ എല്ലാം നമുക്ക് ഇങ്ങനെ ഇൻ്റഗ്രൽ സൈനിന് വെളിയിൽ എഴുതാം. μ0/4π is constant. I is the steady current flowing through the loop, that also is a constant. Small r കോൺസ്റ്റൻ്റ് ആണ്. ഏത് എലമെൻ്റ് കൺസിഡർ ചെയ്താലും പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ആർ, അത് സെയിം ആയിരിക്കും. ക്യാപിറ്റൽ ആറും കോൺസ്റ്റൻ്റ് ആണ്. സോ വി ക്യാൻ റൈറ്റ് ഓൾ ദീസ് തിങ്സ് ഔട്ട്സൈഡ് ദ ഇൻ്റഗ്രൽ. സോ ദ ഇൻ്റഗ്രൽ ബിക്കംസ് ബി ഈക്വൽസ്, എഴുതിക്കോളൂ, μ0/4π ഇൻറ്റു ഐ ക്യാപിറ്റൽ ആർ ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എൽ. ഡി എൽ മാത്രമാണ് ഇവിടുത്തെ വേരിയബിൾ. എന്നാൽ ഇൻ്റഗ്രൽ ഡി എൽ, ഡി എൽ എന്നത് ഈ കറണ്ട് ലൂപ്പിൻ്റെ വളരെ ചെറിയൊരു സെക്ഷനാണ്. ഇൻ്റഗ്രൽ ഡി എൽ എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള സെക്ഷൻസ് എല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്തെടുക്കും. സോ യു വിൽ ഗെറ്റ് ഇൻ്റഗ്രൽ ഡി എൽ ഈക്വൽസ് 2πr വിച്ച് ഇസ് ദ സർക്കംഫറൻസ് ഓഫ് ദ ലൂപ്പ്. സോ ഇൻ്റഗ്രൽ ഡി എല്ലിന് പകരം ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ, 2πr എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. യു വിൽ ഗെറ്റ് ദ റിസൾട്ട്. ചെയ്ത് നോക്കൂ. ബി ഈക്വൽസ് μ0IR² ഡിവൈഡഡ് ബൈ 2r³. കിട്ടിയോ? നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഇക്വേഷനെ നമുക്കൊന്ന് സ്ലൈറ്റായിട്ട് മോഡിഫൈ ചെയ്ത് എഴുതാം. നമുക്ക് വേണ്ടത് ഡി ബി ഇൻ ടേംസ് ഓഫ് എക്സ് ആണ്, ആക്സിയൽ ഡിസ്റ്റൻസ് ആണ് ഇക്വേഷനിലേക്ക് വരേണ്ടത്. അതിനുവേണ്ടി വീണ്ടും നിങ്ങൾ ഈ ട്രയാങ്കിളിലേക്ക് നോക്കൂ. ബൈ പൈതഗോറസ് തിയറം യു ക്യാൻ റൈറ്റ് സ്മോൾ ആർ സ്ക്വയർ ഈക്വൽസ്, എഴുതിക്കോളൂ, സ്മോൾ ആർ സ്ക്വയർ ഈക്വൽസ് ക്യാപിറ്റൽ ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. സോ വാട്ട് ഈസ് സ്മോൾ ആർ? ക്യാപിറ്റൽ ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ റൈസ് ടു ഹാഫ്. നമ്മുടെ ഇക്വേഷനിൽ നമുക്ക് വേണ്ടത് ആർ ക്യൂബ് അല്ലേ? സോ റൈറ്റ് ആർ ക്യൂബ് ഈക്വൽസ് ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ റൈസ് ടു 3/2. ഈ കിട്ടിയിരിക്കുന്ന ആർ ക്യൂബിൻ്റെ വാല്യൂവിനെ നമുക്കിതാ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറി നോക്കൂ. ബി ഈക്വൽസ് μ0IR² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ റൈസ് ടു 3/2. So this is the final result. Now let's imagine the coil has n turns. ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ ആ വയറിൻ്റെ ഒരു ചുറ്റ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇതുപോലൊരു n ടേൺസ് ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ദിസ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബിക്കം n ടൈംസ് മോർ. സോ ബി വിൽ ബിക്കം, എഴുതൂ ഇക്വേഷൻ, μ0NIR² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ റൈസ് ടു 3/2. നമുക്ക് ഇനി ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് ചെയ്യാം. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സർക്കുലർ ലൂപ്പ്? നമ്മൾ ഈ ഫിഗറിൽ കണ്ടു എക്സ് എന്നത് സർക്കിളിൻ്റെ സെൻറ്റർ മുതൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ആ പോയിൻ്റ് സെൻറ്റർ തന്നെയാണെങ്കിൽ ഒബ്വിയസ്ലി എക്സ് വിൽ റെഡ്യൂസ് ടു 0. അപ്പം നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഇക്വേഷനിൽ നമുക്ക് എക്സിന് 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നിങ്ങൾ തന്നെ സിംപ്ലിഫൈ ചെയ്യൂ. ആ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ടേം നെഗ്ലക്റ്റ് ചെയ്തിട്ട് ബാക്കി ഇക്വേഷൻ എഴുതും. സോ എന്തായി മാറി നോക്ക് ഇക്വേഷൻ. ബി ഈക്വൽസ് μ0NIR² ഡിവൈഡഡ് ബൈ 2r³. ശരിയല്ലേ? ആർ സ്ക്വയർ ക്യാൻസൽ ചെയ്യാമല്ലോ, ക്യാൻസൽ ചെയ്യൂ. ആൻഡ് യു ആർ ഗെറ്റിംഗ് ദ ഫൈനൽ റിസൾട്ട് ബി ഈക്വൽസ് μ0NI ഡിവൈഡഡ് ബൈ 2r. Remember, this is the equation for intensity of magnetic field at the center of a current carrying circular coil. ഈ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തുള്ളൂ. ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഡിറ്റർമിൻ ചെയ്യാൻ വളരെ സിമ്പിളായ ഒരു റൂളുണ്ട്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്നാണ് അതിനെ പറയുക. എങ്ങനെയാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കേണ്ടതെന്ന് ഈ ഫിഗറിലൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫിഗറിൽ നിങ്ങളൊരു സർക്കുലർ കോയിൽ കാണുന്നുണ്ട്. ആൻഡ് യു സീ ദർ ഇസ് എ കറണ്ട് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഡിറ്റർമിൻ ചെയ്യുന്നതിന് യു പ്ലേസ് ഓൾ ദ ഫിംഗേഴ്സ് ഓഫ് യുവർ റൈറ്റ് ഹാൻഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട്. ആ ഫിഗറിൽ
ഞാൻ ഈ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ എൻ്റെ റൈറ്റ് ഹാൻഡിൻ്റെ എല്ലാ ഫിംഗേഴ്സും പ്ലേസ് ചെയ്യുന്നു. ഇതാ ഇങ്ങനെയാണ് കറണ്ട്. സോ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ പ്ലേസ് ചെയ്തു. നൗ യു സീ ദ തമ്പ് ഈസ് ഡയറക്റ്റഡ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ സ്ക്രീൻ. ക്ലിയർ ആയോ? Then the thumb will give you the direction of intensity of magnetic field. So in this case, when the current is in the clockwise direction, magnetic field is directed into the plane of the screen. ഇപ്പോൾ കാണുന്ന ഫിഗറിൽ നോക്കൂ, ഞാൻ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇവിടെ റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും നമുക്ക് ഇതേ റൂൾ യൂസ് ചെയ്യാം. റൈറ്റ് ഹാൻഡിലെ എല്ലാ ഫിംഗേഴ്സും എക്സെപ്റ്റ് ദ തമ്പ് കറണ്ടിൻ്റെ ഡയറക്ഷനിൽ പ്ലേസ് ചെയ്യാം. ദാ ഇങ്ങനെ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ പ്ലേസ് ചെയ്യുക. Now you can see the thumb is directed out of the plane of the screen, so the magnetic field is directed outwards. ഇങ്ങനെയാണ് നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഡിസൈഡ് ചെയ്യുക. സോ ഈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിനെ നമുക്ക് ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം. Curl the palm of your right hand around the circular wire with the fingers pointing in the direction of current. Then thumb gives the direction of magnetic field. നമ്മളിപ്പോൾ പഠിച്ച ഈ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്കിനി ഒരു ന്യൂമറിക്കൽ ചെയ്യാം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതൂ. എ സർക്കുലർ കോയിൽ ഓഫ് വയർ കൺസിസ്റ്റിംഗ് ഓഫ് 100 turns, each of radius 8 centimeter, carries a current of 0.4 ampere. What is the magnitude of the magnetic field at the center of the coil? നോക്കൂ, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. എ സർക്കുലർ കോയിൽ ഓഫ് വയർ കൺസിസ്റ്റിംഗ് ഓഫ് 100 turns. ഓക്കെ, നോട്ട് ചെയ്യൂ. n equals 100 and radius 8 centimeter. എഴുതിക്കോളൂ. ക്യാപിറ്റൽ R equals 8 centimeter. Convert to meter, so 8 into 10 raised to minus 2 meter, and it carries a current of 0.4 ampere, right? I equals 0.4 ampere. What is the magnitude of the magnetic field at the center? Central magnetic field in the equation നമുക്കറിയാം, B equals mu 0 Ni divided by 2R. ആ ഫോർമുലയിലേക്ക് ഈ തന്നിരിക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. സബ്സ്റ്റിറ്റ്യൂഷനും കറക്റ്റ് ആൻസറും ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ആൻഡ് ദ കറക്റ്റ് ആൻസർ ഇസ് 3.14 ഇൻറ്റു 10 raised to minus 4 ടെസ്ല. ഈ സർക്കുലർ കോയിലിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പ്രോബ്ലം കൂടി ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എഴുതൂ, ക്വസ്റ്റ്യൻ എഴുതൂ. എ സ്ട്രെയിറ്റ് വയർ carrying a current of 12 ampere is bent into a semicircular arc of radius 2 centimeter as shown in figure 1. Calculate the magnetic field at the center of the arc. Would your answer be different if the wire were bent into a semicircular arc of the same radius but in the opposite way as shown in the figure 2? സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾ രണ്ട് ഫിഗേഴ്സ് കാണുന്നുണ്ട്. ഞാൻ ഫിഗർ 1 എന്നും ഫിഗർ 2 എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ രണ്ട് ഫിഗേഴ്സ് കൂടി വരയ്ക്കുക. ഇത് നമ്മളിപ്പോൾ സോൾവ് ചെയ്യുന്നില്ല. ഞാൻ ഇതിനെക്കുറിച്ചൊരു ഹിൻഡ് പറയാം. ഇതൊരു കംപ്ലീറ്റ് സർക്കിൾ ആയിരുന്നു എന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യും. ഇപ്പോൾ ഫിഗറിൽ നിങ്ങൾ കാണുന്നത് കംപ്ലീറ്റ് സർക്കിൾ അല്ല, ഒരു സെമി സർക്കിളാണ്. ഇതൊരു കംപ്ലീറ്റ് സർക്കിൾ ആയിരുന്നു എങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ വിൽ ബി mu 0 Ni divided by 2R, അല്ലേ? ഇവിടെ ഒരു സെമി സർക്കിളേ ഉള്ളൂ. സോ ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ വിൽ ബി ഹാഫ് ഓഫ് ഇറ്റ്. സോ ദ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് B ഈക്വൽസ് ഹാഫ് ഓഫ് mu 0 Ni divided by 2R. എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. ആ തന്നിരിക്കുന്ന വാല്യൂസ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് ദ ആൻസർ. ഞാൻ കറക്റ്റ് ആൻസർ കൂടി തന്നിരിക്കാം, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1.88 ഇൻറ്റു 10 raised to minus 4 ടെസ്ല. സെക്കൻഡ് പാർട്ടിൽ അവർ ആവശ്യപ്പെട്ടേക്കുന്നത് എന്താണെന്ന് നോക്കൂ. ഇപ്പോൾ ഈ ഫിഗറിൽ കാണുന്നത് പോലെ ബെൻഡ് ചെയ്താൽ നമ്മുടെ ആൻസർ ചേഞ്ച് ചെയ്യുമോ?
ആദ്യത്തെ കേസിൽ നിങ്ങൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഒന്ന് ഡിസൈഡ് ചെയ്തേ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിക്കൂ. ഫിംഗേഴ്സ് എല്ലാം ഈ ഫിഗറിലെ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ പ്ലേസ് ചെയ്യൂ. തമ്പ് എങ്ങോട്ടാണോ എന്ന് നോക്കൂ. ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ ആണോ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ ആണോ നോക്കൂ. നിങ്ങൾ വരച്ചിരിക്കുന്ന പേപ്പറിൽ യു ക്യാൻ സി ഇറ്റ് ഈസ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. ഇനി രണ്ടാമത്തെ ഫിഗറിൽ നോക്കൂ. റൈറ്റ് ഹാൻഡിൻ്റെ എല്ലാ ഫിംഗേഴ്സും കറണ്ടിൻ്റെ ഡയറക്ഷനിൽ പ്ലേസ് ചെയ്യൂ. തമ്പ് വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ ആണോ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ ആണോ? ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ ആണ്. സോ രണ്ടാമത്തെ കേസിൽ വരുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ദ സെയിം ബട്ട് ഇറ്റ്സ് ഡയറക്ഷൻ വിൽ ഗെറ്റ് റിവേഴ്സ്ഡ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബയോട്ട്-സേവേർട്ട്സ് ലോയും അതിൻ്റെ ഒരു ആപ്ലിക്കേഷനുമാണ് ഡിസ്കസ് ചെയ്തത്. ആ ആപ്ലിക്കേഷനെ ബേസ് ചെയ്തുകൊണ്ട് ഞാനൊരു പ്രോബ്ലം തരാം. അതിനെ നിങ്ങളൊരു അസൈൻമെൻറ്റായി ചെയ്ത് സ്കൂളിലെ ഫിസിക്സ് സാറിന് സബ്മിറ്റ് ചെയ്യണം. എഴുതിക്കോളൂ, ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഓൺ ദി ആക്സിസ് ഫ്രം ദ സെൻറ്റർ ഓഫ് എ current carrying circular coil, the magnetic field reduces to 1/8 of its value at the center. നമുക്കറിയാം, നമ്മൾ ആക്സിസിലൂടെ മൂവ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി ഡിക്രീസ് ചെയ്യും. സെൻറ്ററിലായിരിക്കും മാക്സിമം. എത്ര ഡിസ്റ്റൻസിലാണ് മാഗ്നറ്റിക് ഫീൽഡ് സെൻറ്ററിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ 1/8 ഡിക്രീസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് സോൾവ് ചെയ്യുമ്പോൾ ആ സർക്കുലർ കോയിലിൻ്റെ റേഡിയസ് നിങ്ങൾ ക്യാപിറ്റൽ R എന്നെടുത്തോളൂ. ആൻഡ് യു ഗെറ്റ് ദി ആൻസർ ഇൻ ടേംസ് ഓഫ് R. ഈ ചാപ്റ്ററിലെ പുതിയൊരു കോൺസെപ്റ്റുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.